6ാം ക്ലാസ്സിലെ 105-ാം പേജിലെ ചിത്രത്തിന് വലിയ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. വൃദ്ധി കാണിച്ചിരിക്കുന്ന ഭാഗത്ത് 1 മുതൽ 5 വരെ രേഖപ്പെടുത്തിയിട്ട് ക്ഷയത്തിലേക്ക് പോകുമ്പോൾ 4, 3, 2 എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 6, 7, 8 എന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ഈ ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കുന്നത് നന്നാണ്. ഇത് ഒരു 2D ചിത്രമാണെന്ന് ഓർക്കണം. ഇവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് വൃദ്ധി എന്ന് പറയരുത്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് എന്ന് വേണം പറയാൻ. ഇത് പുസ്തകത്തിലെ ചിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിന്റെ മുകൾ ഭാഗം വടക്കോട്ട് തിരിച്ചുപിടിച്ച് നോക്കിയാൽ സംശയം മാർക്കിട്ടും. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ കാണിക്കാൻ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ ഇതുകൂടി ചെയ്തു നോക്കൂ. ഒരു പ്ലാസ്റ്റിക് ബോൾ എടുക്കുക. അതിൽ പകുതി ഭാഗം വെളുപ്പും പകുതി ഭാഗം കറുപ്പും നിറമടിക്കണം. എന്നിട്ട് ഒരു കുടക്കമ്പിയോ സൈക്കിൾ കമ്പിയോ ഈ വെളുപ്പും കറുപ്പും ചേർന്ന ഭാഗത്തു നിന്ന് തുളച്ച് എതിർ ഭാഗത്തേക്ക് എടുക്കണം. അത് നടുക്ക് നിന്ന് കുറച്ച് മുകളിലായിരിക്കുന്നത് നന്നായിരിക്കും. ഇത് സ്വതന്ത്രമായി തിരിയാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഇതിൽ തുളയുണ്ടാക്കേണ്ടത്. ഒരു റീപ്പർ എടുത്തിട്ട് അതിന്റെ ഒരു വശത്ത് ഒരു തുളയുണ്ടാക്കി ഈ കമ്പി അതിൽ കൂടി കടത്തിവെക്കണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് തിരിച്ചു പിടിക്കുമ്പോൾ കറുപ്പ് അടിച്ചിരിക്കുന്ന ഭാഗം കാണത്തക്ക രീതിയിൽ ഇതിനെ സ്ഥാപിക്കണം. എന്നിട്ട് ഈ റീപ്പർ ഒരു മതിലിൽ ആണിയടിച്ച് ഉറപ്പിക്കണം. അപ്പോൾ സ്വതന്ത്രമായിട്ട് ആണി തിരിയത്തക്ക രീതിയിലുള്ളൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് വേണം ഈ ആണി അടിച്ചുറപ്പിക്കാൻ. ആണിയുടെ നടുക്ക് ഒരു ഗ്ലോബ് ഫിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സന്ധ്യസമയത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചന്ദ്രനായിരിക്കുമ്പോൾ ചന്ദ്രനെ നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം സൂര്യൻ ചന്ദ്രനേക്കാൾ ദൂരെയാണ്. സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന ഭാഗം ഭൂമിയിലുള്ളവർക്ക് കാണാൻ കഴിയില്ല. ഈ അവസ്ഥയാണ് നമ്മൾ അമാവാസി എന്ന് പറയുന്നത്. വേഗം തന്നെ ചന്ദ്രനും സൂര്യനും ഒപ്പം അസ്തമിക്കുകയും ചെയ്യും. കാരണം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനേക്കാൾ വേഗതയിലാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. അടുത്ത ദിവസം ഇതേ സമയം ചന്ദ്രൻ കുറെ കൂടി മുകളിലായിരിക്കും. ഈ സമയം ഭൂമിയിൽ നിന്ന് നോക്കുന്ന നമുക്ക് ചന്ദ്രൻ്റെ പ്രകാശിതമായ കുറച്ചു ഭാഗം കാണാം, ഒരു ചന്ദ്രക്കല പോലെ. അടുത്ത ദിവസം വീണ്ടും ഇതേ സമയം നമ്മൾ ചന്ദ്രനെ നിരീക്ഷിച്ചാൽ ചന്ദ്രൻ കുറെ കൂടി മുകളിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ചന്ദ്രൻ്റെ കൂടുതൽ പ്രകാശിതമായ ഭാഗം നമുക്ക് കാണാൻ സാധ്യമാകും.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് നമുക്ക് ചന്ദ്രൻ്റെ പകുതി ഭാഗം പ്രകാശിതമായിരിക്കുന്നത് കാണാൻ സാധ്യമാകും. വീണ്ടും ചന്ദ്രൻ കിഴക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ചന്ദ്രൻ വീണ്ടും കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിതമായ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കാണാം. കിഴക്കേ ചക്രവാളത്തിൽ സന്ധ്യസമയം ചന്ദ്രനെ കാണുന്ന അവസരത്തിലാണ് നമുക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുന്നത്. ഇതിനെ നമ്മൾ പൗർണമി എന്ന് വിളിക്കും. ഇതുവരെ ചന്ദ്രൻ വൃദ്ധിയിലേക്കാണ് വന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ക്ഷയിച്ചു കൊണ്ടിരിക്കും. ഭൂമിയുടെ എതിർഭാഗത്തേക്ക് ചന്ദ്രൻ യാത്ര തുടരുന്നു. ഈ സമയം ചന്ദ്രൻ്റെ വെളുത്ത ഭാഗം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും ചന്ദ്രൻ പടിഞ്ഞാറേ ചക്രവാളത്തിലെത്തുമ്പോൾ അമാവാസി ആയി. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. 27 3 ദിവസവും എടുത്താണ് ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ നമ്മൾ കാണുന്ന അനുഭവം കുട്ടികൾക്ക് നൽകാൻ കഴിയും. നിങ്ങളും ചെയ്തു നോക്കുമല്ലോ.